ആയിട്ട് വെച്ചിരുന്നു. പക്ഷേ തോമസ് ഇന്നലെ പൊട്ടിച്ചു. ഹായ് എവരി വൺ, വെൽക്കം ടു ഹാപ്പി ഹോംസ് ബൈ അഖില. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളത്തെ ബാംഗ്ലൂർ ജീവിതമൊക്കെ മതിയാക്കി തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ആഴ്ചകൾ നീണ്ട തയ്യാറെടുപ്പുകളും അതുപോലെ യാത്രയൊക്കെയാണ് വളരെ ഷോർട്ടാക്കി ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ വർഷം തുടങ്ങുന്നത് കൊണ്ടും കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് വരും എന്നുള്ള പ്രത്യാശ കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമാണ് ഡീക്ലട്ടറിങ്. എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം. അതുപോലെ കൊറോണ കാലം എന്ന് പറഞ്ഞത് കുട്ടികളിലും നമ്മളുടെയും എല്ലാം ഡ്രസ്സുകൾ ഒക്കെ മിക്കതും തന്നെ പഴകിയതും അല്ലെങ്കിൽ സൈസ് ഒക്കാത്തതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്നും ഒതുക്കി എടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു സാഹചര്യം ഏതായാലും ആ ഒരു കാര്യത്തിൽ ഒത്തിരി ഗുണപ്പെട്ടു. അപ്പോൾ കളിപ്പാട്ടങ്ങളെല്ലാം പഴയതൊക്കെ മാറ്റണം, ഡ്രസ്സുകളൊക്കെ പഴകിയതെല്ലാം മാറ്റണം, അതുപോലെ മരുന്നുകളൊക്കെ ഉള്ളത് അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ കളയണം. പറയുമ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തീരുമെങ്കിലും ഇതൊക്കെ ആഴ്ചകൾ നീണ്ട പ്രോസസ്സായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മറ്റ് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സോഫ സെറ്റും അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ സെറ്റും ഒക്കെ കുറച്ച് മുഷിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അർബൻ ക്ലാപ്പിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സൊക്കെ പല ആൾക്കാരുടെ അടുത്തും നമ്മൾ കൊട്ടേഷനൊക്കെ എടുക്കുകയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയൊക്കെ ഗെറ്റ് ടുഗദർ ഇതിനിടയിലുണ്ടായിരുന്നു. അർബൻ ക്ലാപ്പിൻ്റെ ആൾക്കാർ വന്നിട്ട് എന്തായിരിക്കും ഇവിടെ ചെയ്യുക എന്ന് കാണാനായിട്ട് നമുക്കും ഒരാകാംക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞോ പേയ്മെൻറ്റ് കൊടുക്കാം. നമ്മുടെ ഡേർട്ടി വാട്ടർ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഓക്കെയാണ്. എങ്കിലും ഇതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്നാണ് അയാൾ പറഞ്ഞത്. കുറച്ചൊക്കെ പാടുകളും കൂടി പോകാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാ വശവും നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ഇത് ഉണങ്ങിയെടുക്കാനാണ് ഏറ്റവും പാടുപെട്ടത്. ഇനി മോൻ പഠിച്ചിരുന്ന സ്കൂളിനോട് യാത്രയൊക്കെ പറയണം. അതുപോലെ അല്ലറ ചില്ലറ ഷോപ്പിങ്, ഒപ്പം ഫ്രണ്ട്സൊക്കെ തന്നുവിടുന്ന ചോക്ലേറ്റ്സ്, സ്പെഷ്യൽ ഫുഡ് അതൊക്കെ ടേസ്റ്റ് ചെയ്യുക, കഴിക്കുക, മെമ്മറീസ്. ഞാനിവിടെ ഷെയർ ചെയ്തല്ല കഴിച്ചത്. ഞങ്ങൾ ഞാൻ എൻ്റെ മോരിനും കഴിച്ചു, മറിക്കുട്ടി മോരിനും കഴിച്ചു. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. നമ്മൾ നാട്ടിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയിൽ നമ്മുടെ പാക്ക് ചെയ്യാനുള്ള കാർഡ്ബോർഡും റോളും എല്ലാം ആൾക്കാർ സഹിതം വന്നിറക്കും. അപ്പോൾ അവരാണ് എല്ലാം പാക്ക് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ അലമാരിയിലെ ഏതാണോ ഓരോ റോ അനുസരിച്ച് തന്നെ അവർ എല്ലാം പാക്ക് ചെയ്ത് വെക്കും. അതുപോലെ പൊട്ടാൻ സാധ്യതയുള്ളതെല്ലാം ബബിൾ റാപ്പ് ചെയ്യും. അല്ലാതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അവർ കവർ ചെയ്ത് തരും.
നമ്മളെ യാത്രയാക്കാനായിട്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അതുപോലെ ഫുഡായിട്ട് കുക്കിംഗ് ഒന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് കരുതിയത്. പിന്നെ ബ്രെഡും ബണ്ണും പിന്നെ കുറച്ച് ബീഫ് ഡ്രൈ ഫ്രൈ ആക്കി കൊണ്ടുപോന്നു. അതൊക്കെയാണ് നമ്മൾ ഫുഡായിട്ട് കരുതിയിരുന്നത്. വഴിയിൽ നിന്നൊന്നും നമ്മൾ വാങ്ങിച്ചില്ല. രാവിലെ 6 മണിയോടുകൂടി ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളുടെ യാത്ര വാളയാറെത്തി. പഴയതുപോലെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സുരക്ഷിതത്വമൊക്കെ ഇനി നമ്മുടെ കൈകളിൽ തന്നെയാണ്. നമ്മുടെ കേരളത്തിലെത്തുമ്പോഴാണ് ഇതുപോലെ ഫ്ലെക്സുകളും ബോർഡുകളും ഒക്കെ കാഴ്ചകൾ ഒക്കെ മറച്ചിങ്ങനെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് അകലേന്ന് കാണാം. ഇനി കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാപയും ഒക്കെ നിറഞ്ഞ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കുറേ വ്ളോഗുകളൊക്കെ ആയിട്ട് വരാം. ഞങ്ങൾ പോരുന്ന സമയത്ത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയൊക്കെ ട്രാവൽ പാസ് കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരിടത്ത് ചോദിക്കത്തില്ല. അപ്പോൾ ഇനി എല്ലാം സെറ്റിലാവുന്ന കുറച്ച് തിരക്കുകളുടെ ദിവസങ്ങളൊക്കെയാണ്. എങ്കിലും നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ വൈകുന്നേരം 4:00 ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ട്രാവൽ ആൻഡ് പ്രിപ്പറേഷൻ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.